സൗദി അറേബ്യയിലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. കാലാകാലങ്ങളായി നാടോടികളായ ഗോത്രവർഗക്കാർ മാത്രം സഞ്ചരിച്ചിരുന്ന ഈ വിശാലമായ മണൽക്കാടുകൾക്ക് കീഴിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു നിധി ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. കറുത്ത സ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പെട്രോളിയം. ഈ നിധിയുടെ കാവൽക്കാരും അവകാശികളുമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കമ്പനിയായ സൗദി അരാംകോ. ആധുനിക സൗദി അറേബ്യയുടെ ചരിത്രവും ലോകത്തിന്റെ ഊർജ്ജ ഭൂപടവും അരാംകോയുടെ വളർച്ചയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ആമസോൺ, എൻവിഡിയ, മെറ്റ എന്നീ ലോകത്തെ മുൻനിര ടെക് ഭീമന്മാർ ഒരുമിച്ചുണ്ടാക്കുന്നതിനേക്കാൾ വലിയ ലാഭമാണ് സൗദി അരാംകോ ഒറ്റയ്ക്ക് നേടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആറാമത്തെ കമ്പനിയായി മാറിയ അരാംകോയുടെ ഈ വളർച്ച ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല. അതിനു പിന്നിൽ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ശാസ്ത്രീയ മുന്നേറ്റങ്ങളുടെയും വലിയൊരു ചരിത്രമുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും സൗദി അറേബ്യ ഇന്നത്തെ പോലെ സമ്പന്നമായ ഒരു രാജ്യമായിരുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ലാത്ത ചുരുക്കം ചില നഗരങ്ങൾ മാത്രമുള്ള ഒരു സാധാരണ മരുഭൂമി പ്രദേശം മാത്രമായിരുന്നു അത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എണ്ണയുടെ സാധ്യതകളെക്കുറിച്ച് ആളുകൾ അറിഞ്ഞു തുടങ്ങിയിരുന്നെങ്കിലും അറേബ്യൻ മണൽക്കാടുകൾക്ക് താഴെ ഇത്രയും വലിയൊരു നിധി ഒളിച്ചിരിപ്പുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല. ഈ സമയത്താണ് അമേരിക്കയിലെ സ്റ്റാൻഡേർഡ് ഓയിൽ ഓഫ് കാലിഫോർണിയ എന്ന കമ്പനിയിലെ ജിയോളജിസ്റ്റുകൾ അറേബ്യൻ മണ്ണിലേക്ക് എത്തുന്നത്. സൗദി ഗവൺമെന്റുമായി എണ്ണ പര്യവേക്ഷണം നടത്തുന്നതിനുള്ള ഒരു കരാറിൽ അവർ ഒപ്പുവെച്ചു. തികച്ചും സാഹസികമായ ഒരു തീരുമാനമായിരുന്നു അത്. കടുത്ത ചൂടും ഗതാഗത സൗകര്യങ്ങളുടെ അഭാവവും കാരണം ആദ്യകാലങ്ങളിൽ പര്യവേക്ഷണ സംഘം വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. കുടിവെള്ളം പോലും കിട്ടാൻ പ്രയാസമുള്ള സ്ഥലങ്ങളായിരുന്നു പലതും. എന്നാൽ എന്തു വില കൊടുത്തും എണ്ണ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ അവർ ദഹ്റാൻ എന്ന ചെറിയ തീരദേശ ഗ്രാമത്തിൽ തങ്ങളുടെ ക്യാമ്പ് സ്ഥാപിച്ചു. ഈ ഗ്രാമമാണ് പിന്നീട് സൗദി അറേബ്യയുടെ എണ്ണ വ്യവസായത്തിന്റെ സ്ഥിരാകേന്ദ്രമായി മാറിയത്. തുടർച്ചയായ 5 വർഷങ്ങൾ പര്യവേക്ഷണം നടത്തിയിട്ടും അവർക്ക് പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ല. അവർ കുഴിച്ച ആദ്യ കിണറുകളെല്ലാം വരണ്ടതായിരുന്നു. ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും വലിയ നിരാശ തോന്നിത്തുടങ്ങി. അമേരിക്കയിലുള്ള കമ്പനിയുടെ മേധാവികൾ ഈ പദ്ധതി തന്നെ ഉപേക്ഷിച്ചാലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. 4 വർഷത്തോളം പരാജയങ്ങൾ നേരിട്ടതിനു ശേഷം നോർവേ ഗവൺമെന്റ് എക്കോഫിസ്ക് എണ്ണപ്പാടം കണ്ടെത്തിയതിന് സമാനമായ അവസ്ഥയായിരുന്നു അന്ന് സൗദിയിലും. നോർവേയുടെ ആ കണ്ടെത്തലാണ് പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഫണ്ടിന് അടിത്തറയിട്ടത്. സൗദിയിലെ പര്യവേക്ഷകർ പരാജയം സമ്മതിച്ച് മടങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ചരിത്രം വഴിമാറിയത്. ദഹ്റാനിലെ 7-ാം നമ്പർ കിണറിൽ നിന്ന് എണ്ണ ചീറ്റിയടിച്ചു. ആ നിമിഷം സൗദി അറേബ്യയുടെ മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തിക ചരിത്രം മാറ്റിയെഴുതി. ഈ കിണറിനെ പിന്നീട് പ്രോസ്പെരിറ്റി വെൽ അഥവാ സമൃദ്ധിയുടെ കിണർ എന്ന് വിളിച്ചു. കാലിഫോർണിയ അറേബ്യൻ സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്ന ഈ സ്ഥാപനം പിന്നീട് അറേബ്യൻ അമേരിക്കൻ ഓയിൽ കമ്പനി അഥവാ അരാംകോ എന്നും സൗദി സർക്കാർ ഇതിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തതോടെ സൗദി അരാംകോ എന്നും പേരുമാറ്റി. അരാംകോയുടെ ചരിത്രം വെറും ഒരു കമ്പനിയുടെ ചരിത്രം മാത്രമല്ല, അമേരിക്കൻ കമ്പനികളുടെ ഒരു കൂട്ടായ്മയും സൗദി ഗവൺമെന്റും തമ്മിലുള്ള മികച്ച പങ്കാളിത്തത്തിന്റെ ഉദാഹരണമാണത്. ഷെവ്രോൺ, ടെക്സാക്കോ, എക്സോൺ തുടങ്ങിയ കമ്പനികൾ ഇതിൽ പങ്കാളികളായിരുന്നു. എണ്ണ വിൽക്കുന്നതിലൂടെ ലഭിച്ച വമ്പൻ വരുമാനം ഉപയോഗിച്ച് സൗദി അറേബ്യ എന്ന രാജ്യത്തെ ഒരു ആധുനിക രാഷ്ട്രമായി മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞു. അരാംകോ കേവലം എണ്ണ കുഴിച്ചെടുക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അവർ പുതിയ നഗരങ്ങൾ തന്നെ നിർമ്മിച്ചു. ദഹ്റാൻ നഗരത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി. മികച്ച ആശുപത്രികൾ, സ്കൂളുകൾ, റോഡുകൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം അരാംകോ മുൻകൈയെടുത്ത് നിർമ്മിച്ചു. അമേരിക്കൻ സംസ്കാരത്തിന്റെ സ്വാധീനം കാരണം മരുഭൂമിയിൽ അവർ ബേസ്ബോൾ മൈതാനങ്ങൾ വരെ നിർമ്മിച്ചു എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. സൗദിയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ അരാംകോ അത്രത്തോളം വലിയ പങ്കു വഹിച്ചു. സൗദി അരാംകോയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തൽ ഖവാർ എണ്ണപ്പാടത്തിന്റെ കണ്ടുപിടുത്തമാണ്. 174 മൈലോളം നീളത്തിൽ പരന്നു കിടക്കുന്ന ഖവാർ ലോകത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത എണ്ണപ്പാടമാണ്. പതിറ്റാണ്ടുകളായി അരാംകോയുടെ ഹൃദയമിടിപ്പ് ഈ എണ്ണപ്പാടമാണ്. ദിനം പ്രതി ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ചരിത്രത്തിൽ മറ്റേതൊരു പ്രകൃതി വിഭവവും സൃഷ്ടിച്ചതിനേക്കാൾ വലിയ സമ്പത്താണ് ഖവാർ എണ്ണപ്പാടം സൗദി അറേബ്യയ്ക്ക് നൽകിയത്. ഈ എണ്ണപ്പാടത്തിന്റെ വലിപ്പം ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഖവാർ ഒരു രാജ്യമായിരുന്നെങ്കിൽ എണ്ണ ഉൽപ്പാദനത്തിൽ അത് ലോകത്തിലെ ആദ്യത്തെ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടുമായിരുന്നു. 65,000 കോടിയിലധികം ബാരൽ എണ്ണയാണ് ഈ ഒരൊറ്റ എണ്ണപ്പാടത്ത് നിന്ന് ഇതുവരെ ഉൽപ്പാദിപ്പിച്ചത്. കാലപ്പഴക്കം ചെന്നിട്ടും ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്നും ഇവിടെ നിന്ന് എണ്ണ ഉൽപ്പാദനം കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. ദശാബ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അരാംകോ നിരവധി വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ടിട്ടുണ്ട്. എണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും കമ്പനിയെ എപ്പോഴും സ്വാധീനിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു എണ്ണ ഉപരോധം. യോം കിപ്പൂർ യുദ്ധത്തിൽ അമേരിക്ക ഇസ്രയേലിനെ പിന്തുണച്ചതിൽ പ്രതിഷേധിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ കയറ്റുമതി വലിയ തോതിൽ വെട്ടിക്കുറച്ചു. ഇതിന്റെ ഫലമായി ലോക വിപണിയിൽ എണ്ണവില 4 മടങ്ങായി വർദ്ധിച്ചു.
ലോകത്തിന്റെ ഊർജ്ജ വിപണിയിൽ സൗദി അറേബ്യയ്ക്ക് എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് ലോകം ശരിക്കും തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. പിന്നീട് ഗൾഫ് യുദ്ധം നടന്ന സമയത്ത് ലോക വിപണിയിൽ എണ്ണക്ഷാമം ഉണ്ടാകാതിരിക്കാൻ സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിച്ചു. ഇത് ആഗോളതലത്തിൽ അവർക്ക് വലിയ പിന്തുണ നേടിക്കൊടുക്കുകയും മികച്ച സഖ്യകക്ഷിയായി മാറാൻ സഹായിക്കുകയും ചെയ്തു. അരാംകോയുടെ സ്ഥാപനങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അരാംകോയുടെ പ്രധാനപ്പെട്ട 2 എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണം സൗദി അറേബ്യയുടെ എണ്ണ ഉൽപാദനം പകുതിയായി കുറയാൻ കാരണമായി. യമനിലെ ഹൂതി വിമതരാണ് ഈ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത്. ആഗോള എണ്ണ വിപണിയെ ഈ സംഭവം വലിയ രീതിയിൽ ഭയപ്പെടുത്തി. എന്നാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അരാംകോ തങ്ങളുടെ കേടുപാടുകൾ തീർത്ത് ഉൽപാദനം പഴയപടിയാക്കി. കമ്പനിയുടെ പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവും ആഗോള ഊർജ്ജ വിതരണത്തിൽ അവർക്കുള്ള അവിഭാജ്യമായ പ്രാധാന്യവും ഇത് വ്യക്തമാക്കുന്നു. വലിയ എണ്ണപ്പാടങ്ങൾക്കും യന്ത്രങ്ങൾക്കും അപ്പുറം അരാംകോയുടെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മനുഷ്യരുടെ കഥകൾ വളരെ രസകരമാണ്. 90-ലധികം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്ന് അരാംകോയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സംഗമം മരുഭൂമിയിൽ ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിച്ചു. അരാംകോയിൽ ജോലി ചെയ്തിരുന്ന വിദേശികളുടെ മക്കൾ അരാംകോ ബ്രാറ്റ്സ് എന്നാണ് സ്നേഹത്തോടെ അറിയപ്പെടുന്നത്. അമേരിക്കൻ രീതിയിലുള്ള വീടുകളും അന്താരാഷ്ട്ര സ്കൂളുകളും പാശ്ചാത്യവും അറബ് സംസ്കാരവും കൂടിച്ചേർന്ന ഒരു പ്രത്യേക ജീവിത രീതിയുമാണ് ഈ കുട്ടികൾക്ക് അന്ന് ലഭിച്ചത്. ലോകത്തിന്റെ ഏത് കോണിലായാലും ഈ അരാംകോ ബ്രാറ്റ്സ് ഇന്നും അവരുടെ കൂട്ടായ്മകൾ നിലനിർത്തുകയും പഴയ ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. അരാംകോ കേവലം ഒരു തൊഴിലിടം മാത്രമല്ല, വലിയൊരു കുടുംബം കൂടിയാണെന്ന് ഇത് തെളിയിക്കുന്നു. കാലം മാറുന്നതിനനുസരിച്ച് വെറും ഒരു എണ്ണക്കമ്പനി എന്ന നിലയിൽ നിന്നും റിഫൈനിംഗ്, പെട്രോ കെമിക്കലുകൾ, മറ്റു ഊർജ്ജ സ്രോതസ്സുകൾ എന്നീ മേഖലകളിലേക്കും അരാംകോ തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. തങ്ങളുടെ ആദ്യത്തെ ഓഹരി വിൽപ്പനയിലൂടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണ് കമ്പനി സമാഹരിച്ചത്. $1.7 ട്രില്യൺ മൂല്യം കണക്കാക്കിയ കമ്പനി $25.6 ബില്യൺ അന്ന് ഓഹരി വിപണിയിൽ നിന്ന് നേടിയത്. എണ്ണയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്നതിന് പകരം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സൗദി സർക്കാർ മുന്നോട്ട് വെച്ച വിഷൻ 2030 പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു ഈ നീക്കം. അടുത്തിടെ അരാംകോ നേടിയ അറ്റാദായം കമ്പനിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന 2ാമത്തെ ലാഭമായിരുന്നു. ആമസോൺ, മെറ്റ, എൻവിഡിയ, ടെസ്ല തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളുടെ ഒരു വർഷത്തെ മുഴുവൻ ലാഭം ഒരുമിച്ച് കൂട്ടിയാലും അരാംകോയുടെ ലാഭത്തിന്റെ അത്ര വരില്ല എന്നത് അവരുടെ സാമ്പത്തിക ഭദ്രത എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നു. എണ്ണവിലയിലുണ്ടായ ഇടിവ് കാരണം മുൻ വർഷത്തേക്കാൾ ലാഭത്തിൽ കുറവുണ്ടായെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ലാഭമുണ്ടാക്കുന്ന കമ്പനികളിൽ ഒന്നായി അരാംകോ തുടരുന്നു. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അരാംകോ വെറും ഒരു ബിസിനസ് സ്ഥാപനം മാത്രമല്ല, അത് അവരുടെ ദേശീയ അഭിമാനത്തിന്റെ പ്രതീകം കൂടിയാണ്. ഊർജ്ജത്തെയും പ്രകാശത്തെയും പ്രതിനിധീകരിക്കുന്ന അരാംകോയുടെ നക്ഷത്ര ചിഹ്നം ഇന്ന് ലോകമെമ്പാടും സൗദിയുടെ സമൃദ്ധിയുടെ അടയാളമായി മാറിയിരിക്കുന്നു. അരാംകോയിൽ നിന്നുള്ള വരുമാനമാണ് സൗദി അറേബ്യയിലെ വിദ്യാഭ്യാസ, ആരോഗ്യ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഇന്നും ഊർജ്ജം പകരുന്നത്. ലോകം പതുക്കെ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് പുനരുപയോഗ ഊർജ്ജത്തിലേക്കും കുറഞ്ഞ കാർബൺ പുറന്തള്ളലിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തെ അരാംകോയും വളരെ ഗൗരവമായി കാണുന്നുണ്ട്. വരും കാലങ്ങളിൽ ആഗോള ഊർജ്ജ വിപണിയിൽ തങ്ങളുടെ സ്ഥാനം നിലനിർത്തുന്നതിനായി ഹൈഡ്രജൻ ഉൽപാദനം, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തു മാറ്റുന്ന സാങ്കേതിക വിദ്യയായ കാർബൺ ക്യാപ്ചർ തുടങ്ങിയ നൂതന മാറ്റങ്ങളിൽ കമ്പനി വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആഗോള എണ്ണ വിതരണം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അവർ പ്രധാന പങ്ക് വഹിക്കുന്നു. സൗദി അരാംകോയുടെ കഥ വെറുമൊരു എണ്ണക്കമ്പനിയുടെ വളർച്ച മാത്രമല്ല, അത് വലിയ സ്വപ്നങ്ങളുടെയും പുതിയ കണ്ടെത്തലുകളുടെയും പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ട് കുതിച്ചതിന്റെയും കഥയാണ്. ഒരു രാജ്യത്തിന്റെ തലവര മാറ്റിയെഴുതാൻ മണ്ണിനടിയിലെ ഒരു പ്രകൃതി വിഭവത്തിന് എങ്ങനെ കഴിയും എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം കൂടിയാണിത്. കാലം മാറുന്നതിനനുസരിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ അരാംകോ എന്ന ഈ മഹാത്ഭുതം ഇനിയും മുന്നിൽ തന്നെ ഉണ്ടാകും.